മധ്യപ്രദേശിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ വീണതെങ്ങനെയാണ്? ഗോവയിൽ ക്ഷേത്രത്തിലും പള്ളിയിലും സത്യം ചെയ്ത് പാർട്ടി വിടില്ലെന്ന് പറഞ്ഞവർ ബി.ജെ.പിയിലേക്ക് ചാടിയില്ലേ? സിക്കിമിൽ ബി.ജെ.പി പ്രതിപക്ഷ ശക്തിയായി വളർന്നതും അരുണാചൽ പ്രദേശിൽ ഭരണകക്ഷിയുടെ പിളർപ്പും സ്വാഭാവികമായി സംഭവിച്ചതല്ലല്ലോ ആം ആദ്മി പാർട്ടിയുടെയും. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ പിളർത്തിയതിന് പിന്നാലെ ബി.ജെ.പി മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് പക്ഷത്തെയും പിളർത്തിയിരിക്കുന്നു. മഹാരാഷ്ട്രയും ബംഗാളും ഓർമ്മയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഇതൊക്കെ കാണുമ്പോൾ കോൺഗ്രസ് നേതാവായ കപിൽ സിബൽ ചോദിച്ച ആ ചോദ്യം ആരും ചോദിക്കും: ഇന്ത്യൻ ജനാധിപത്യം കോമാളി നാടകമാണോ? നമ്മുടെ വോട്ടിന് എത്ര രൂപ വിലയുണ്ട്? മണ്ഡലത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ പ്രതീക്ഷയോടെ നൽകുന്ന വോട്ടിന് ഡൽഹിയിലെ വോട്ട് കമ്പോളത്തിൽ അവർ വിലയിടുകയാണ്. ജനാധിപത്യം നോട്ടുകെട്ടുകളുമായി തട്ടിച്ച് ത്രാസിൽ തൂക്കി നോക്കപ്പെടും. ഇങ്ങനെയാണ് ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിലെ അട്ടിമറികൾ പലതും സംഭവിക്കുന്നത്. എം.പിമാരെയും എം.എൽ.എമാരെയും ലേലം വിളിച്ചു വാങ്ങുന്ന വെറും കച്ചവടമായി മാറുന്നു നമ്മുടെ ജനാധിപത്യം. 2024 പൊതുതെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി.ജെ.പിക്ക് ഇന്ന് NDA സഖ്യത്തോടെ 293 സീറ്റുകളാണുള്ളത്. 2/3 ഭൂരിപക്ഷമായ 360 സീറ്റുകളാണ് അവരുടെ ലക്ഷ്യം. എങ്കിൽ മാത്രമേ ഭരണഘടനയിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന ഭേദഗതികൾ വരുത്താൻ അവർക്ക് സാധിക്കൂ. മണ്ഡല പുനർനിർണയം, വനിതാ സംവരണം തുടങ്ങിയ നിർണായക ബില്ലുകൾ നടപ്പാക്കാൻ ഇത് അനിവാര്യമാണ്. ഇന്ത്യ എന്നത് പല സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും ആശയങ്ങളുടെയും സംഗമഭൂമിയാണ്. തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയം, മഹാരാഷ്ട്രയിലെ മറാത്തി ബോധം, ബംഗാളിലെ പ്രാദേശിക സ്വത്വം, ഇവയെല്ലാം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ്. ഈ പ്രാദേശിക പാർട്ടികളാണ് ഈ വൈവിധ്യത്തെ പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ പ്രതിപക്ഷ നിരയിൽ നിന്ന് കുറുക്കുവഴികളിലൂടെ ഭരണപക്ഷത്തെത്തിക്കലാണ് ബി.ജെ.പി പ്രയോഗിക്കുന്ന തന്ത്രം. പ്രലോഭനം മുതൽ ഭീഷണി വരെ അവർ ആയുധമാക്കുന്നു എന്ന ആരോപണമുണ്ട്. ആദ്യം പാർട്ടികളെ സഖ്യകക്ഷിയാക്കും, പിന്നീട് അവരുടെ സംഘടനാ ശക്തിയിലും സാമൂഹിക അടിത്തറയിലും കടന്നു കയറും. ആവശ്യമെങ്കിൽ പാർട്ടിക്കുള്ളിൽ പിളർപ്പു സൃഷ്ടിക്കുകയും ചെയ്യും. ഒടുവിൽ ആ പാർട്ടിയുടെ രാഷ്ട്രീയ സ്വാധീനം സ്വന്തം വളർച്ചയ്ക്കായി ഉപയോഗിച്ച് വേരുകൾ പടർത്തും. ശിവസേന, NCP, അകാലിദൾ, JDU ഇവരുടെ എല്ലാം അനുഭവം അതായിരുന്നു. ഇപ്പോൾ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയെയും തമിഴ്നാട്ടിൽ DMK-യെയും അവർ ലക്ഷ്യമിടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും നിഷ്പക്ഷത ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. മധ്യപ്രദേശിൽ കോൺഗ്രസിന് ലഭിക്കേണ്ടിയിരുന്ന രാജ്യസഭാ സീറ്റ് സാങ്കേതികത്വങ്ങൾ പറഞ്ഞ് തട്ടിയെടുത്തതും മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയതും ഇതിനുദാഹരണമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്ര സ്വഭാവം കൈവെടിയുകയും ഭരണാധികാരികൾ ഭരണപക്ഷത്തിന്റെ ഏജന്റുമാരായി മാറുകയും ചെയ്യുമ്പോൾ ജനാധിപത്യം എങ്ങനെ നിലനിൽക്കും? ജുഡീഷ്യൽ നടപടിക്രമങ്ങൾക്ക് പോലും ഇത്തരം അട്ടിമറികളെ തടയാനാവില്ല. കൂറുമാറാൻ 50 കോടി, അതിൽ 15 കോടി മുൻകൂറായി നൽകി. മഹാരാഷ്ട്രയിൽ ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒന്നോർക്കുക: ആരാണ് ഈ പണം മുടക്കുന്നത്? എന്തിനാണ് ഈ നിക്ഷേപം? പണവും അധികാരവും ഉപയോഗിച്ച് ജനാധിപത്യത്തിൻ്റെ തൂണുകളെ ഒന്നൊന്നായി ദുർബലപ്പെടുത്തുമ്പോൾ തോൽക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയാണ്. നിങ്ങളുടെ വോട്ടിന് വിലയുണ്ട്. ആ വില നിശ്ചയിക്കുന്നത് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നവരല്ല, മറിച്ച് നിങ്ങൾ മാത്രമാണ്. ഒന്നോർക്കുക: ജനാധിപത്യം ഇങ്ങനെ വിൽക്കപ്പെട്ടാൽ പിന്നെ ബാക്കി ഉണ്ടാവുക ഏകാധിപത്യം മാത്രമായിരിക്കും.